بسم الله الرحمن الرحيم. قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1441 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈനാ ولا يأتون البأس إلا قليلا أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة هداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധത്തിന്റെ ഭീഷണിയും തീഷ്ണതയും ഒക്കെ ഏറ്റവും മൂർച്ഛിച്ച ഘട്ടത്തില് പിൻഭാഗത്ത് നിന്ന് ബനൂ ഖുറൈള ഗോത്രം അവരുടെ വിധേയത്വവും കൂറും ഒക്കെ മാറി ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പുറംഭാഗത്ത് നിന്ന് ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയും കൂടി ചെയ്യുന്ന
ഒരു ഘട്ടം എത്തിയപ്പോൾ തങ്ങളുടെ വീടുകളും കുടുംബങ്ങളും ഒന്നും സുരക്ഷിതമല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധക്കളം വിട്ട് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അനുമതി തേടുകയായിരുന്നു മുനാഫിഖുകളിൽപ്പെട്ട പല ആളുകളും. അള്ളാഹു അവരെ എക്സ്പോസ് ചെയ്തുകൊണ്ട് തുറന്നു പറയുകയാണ്, അവരുടെ ഭവനങ്ങളൊന്നും അരക്ഷിതമായതുകൊണ്ടൊന്നുമല്ല, അവർ യുദ്ധക്കളം വിട്ട് ഓടിപ്പോകാൻ ആണ് ആഗ്രഹിച്ചത്, യുദ്ധത്തിൽ പങ്കാളികളാകാനല്ല, മറിച്ച് രംഗം വിട്ട് ഓടാനാണ് അവരുദ്ദേശിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഓടിയത് കൊണ്ടൊന്നും, പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയത് കൊണ്ടൊന്നും അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോണില്ല. അത് അവരെ മരണത്തിൽ നിന്നോ വധിക്കപ്പെടുന്നതിൽ നിന്നോ കാത്തു സംരക്ഷിക്കാൻ പോകുന്നില്ല. യുദ്ധക്കളം വിട്ടുപോയി എന്നതുകൊണ്ട് അവർക്ക് വളരെ പരിമിതമായിട്ട് മാത്രമല്ലാതെ ജീവിതത്തിന്റെ ആസ്വാദനമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹു അവരുടെ കാര്യത്തില് ഒരു ദ്രോഹം അവർക്കുണ്ടാകുന്നത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആർക്കാണ് അവരെ അതിൽ നിന്ന് തടയാൻ സാധിക്കുക? മറിച്ച് യുദ്ധക്കളത്തിൽ തന്നെ നിലകൊള്ളുമ്പോൾ അള്ളാഹു അവർക്ക് കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതും തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അവർക്ക് അള്ളാഹുവിനെ കൈയൊഴിഞ്ഞ്, അവന്റെ ദൂതനെ കൈയൊഴിഞ്ഞ് ഈ പോർക്കളത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് ഓടിയത് കൊണ്ട് സംരക്ഷകരോ അല്ലെങ്കിൽ സഹായിയോ ആയിട്ട് ആരെങ്കിലും അവർക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് അവർ കരുതുന്നതെങ്കിൽ അത് അവരുടെ മൂഢധാരണ മാത്രമാണ് എന്ന കാര്യമാണ് അള്ളാഹു നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ആയാത്തുകളിൽ വിശദമാക്കുന്നത്. അള്ളാഹുവിനോട് ഇവര് നേരത്തെ പ്രതിജ്ഞ ചെയ്തവരാണ്, ഇനിയൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ യുദ്ധക്കളം വിട്ട് പിന്തിരിഞ്ഞോടുകയില്ല എന്ന കാര്യം. എന്നാൽ അത്തരം കരാറുകൾ അവര് പാലിക്കുകയല്ല, ഒരവസരം കൈവന്നപ്പോ അത് ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരം അള്ളാഹുവിനോട് നിർവഹിക്കപ്പെടുന്ന ശപഥങ്ങൾ അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് ആ ശപഥങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ വിചാരണക്ക് തീർച്ചയായിട്ടും വിധേയമാവുക തന്നെ ചെയ്യും എന്നാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വായിച്ചിരിക്കുന്നത് അതിനെ തുടർന്നുള്ള 3 ആയത്തുകളാണ്. ഇവിടെ ഈ കപടവിശ്വാസികളുടെ മനോഘടനയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നിലപാടുകളും ഒക്കെ കൂടുതൽ വിശദാംശങ്ങളോടെ അപഗ്രഥിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും. അല്ലാഹു പറയുകയാണ്, അല്ലാഹു വേറിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, അൽ മുഅവ്വിഖീന മിൻകും, നിങ്ങളുടെ കൂട്ടത്തില് തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന ആളുകളെ. അള്ളാഹുവിന്റെ മാർഗത്തില് പോരാട്ടത്തിന് അവസരം ഉണ്ടാകുമ്പോ അതിന് കൂട്ടാക്കാതെ പല തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തരം ആളുകളെ അള്ളാഹു മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും. മുഅവ്വിഖ് എന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പടപ്പുറപ്പാട്, ഒരു പോരാട്ടത്തിനായിട്ടുള്ള ഒരു പുറപ്പെടൽ, അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവിക മാർഗദർശന പ്രകാരം നയിക്കുന്ന, അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. അത്തരം സംഗതികള് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്.
ത്യാഗം ആവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്, കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുത. പക്ഷെ അത് അള്ളാഹുവിന്റെ ദൂതനോടൊപ്പം നിലകൊള്ളുകയും വിശ്വാസം തെളിയിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ നിർവഹിക്കാനുള്ള ഒരേ ഒരു കാര്യം. കാരണം അത് ദൈവികമായി മാർഗദർശനം നൽകപ്പെട്ടുകൊണ്ടുള്ള ഒരു സംരംഭമാണ്. എന്നാൽ ഹൃദയത്തില് കാപട്യം കലർന്നിട്ടുള്ള അല്ലെങ്കിൽ കാപട്യം കുടികൊള്ളുന്ന തരം ആളുകൾ, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക സംഘത്തോടൊപ്പം നിലകൊള്ളുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭീരുത്വവും ഭയവും ഒക്കെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകള് പല തടസ്സവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് അത്തരം ഏറ്റുമുട്ടലുകൾക്ക് സന്നദ്ധരല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹവും ഒക്കെ നേരിട്ടിരുന്ന പല പ്രതിസന്ധികളിലൊന്ന്. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ചില വിഷയങ്ങൾക്ക് നേരിട്ടുള്ള ഏറ്റുമുട്ടലും അതുപോലെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടി നൽകലും ഒക്കെ വളരെ ആവശ്യമായിരിക്കും. ഉപദേശം കൊണ്ടോ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ കൊണ്ടോ ഒന്നും പരിഹരിക്കപ്പെടാത്ത ചില വിഷയങ്ങളും ചില വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ആയുധത്തിന്റെ ഭാഷ മാത്രമേ അറിയുള്ളൂ. അവരോട് കരുത്തിന്റെയും ആയുധത്തിന്റെയും ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ, അതേ ഫലം ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള ചില വിഷയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കരുത്തിന്റെയും ആയുധത്തിന്റെയും ഭാഷയിൽ തന്നെ അവരെ നേരിടേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ചാഞ്ചല്യം കാണിക്കുകയും മറ്റുള്ളവർക്ക് കൂടി അധൈര്യം പകരുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളുടെ സമൂഹത്തിലുണ്ട്. ചില കാലഘട്ടങ്ങളിൽ അവരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക, അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എന്നിട്ട് ധീരമായി കാര്യങ്ങളെ നേരിടാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്ന ആളുകളെ പോലും തെറ്റുകാരും കുറ്റക്കാരുമാക്കി ചിത്രീകരിക്കുന്ന ഒരു തലത്തിലേക്ക് വരെ കാര്യങ്ങൾ അവർ കൊണ്ടുപോയിന്നും വരും. ത്യാഗം സഹിക്കാൻ, ജീവൻ നൽകാൻ, അതുപോലെ മറ്റു വിധത്തിലുള്ള ത്യാഗങ്ങൾ അനുഭവിക്കാൻ സന്നദ്ധരായി വരുന്ന ആളുകളെയല്ല യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടത്. നീതിക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി, സത്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആരെങ്കിലും ത്യാഗത്തിനും പോരാട്ടത്തിനുമൊക്കെ സന്നദ്ധരാകുന്നുവെങ്കിൽ അവരെയല്ല യഥാർത്ഥത്തില് എന്തെങ്കിലും പോരായികയുള്ളവരെന്ന നിലക്ക് സംശയിക്കേണ്ടത്. മറിച്ച് അധൈര്യം കാണിക്കുന്നവരെയും താല്പര്യങ്ങളുടെ പുറകെ പോകുന്നത് കാരണമായിട്ട് യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാൻ സന്നദ്ധരാവാതെ ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ കാപട്യത്തിന്റെ പിടിയിൽ അമരുന്നത് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. മരിക്കാൻ സന്നദ്ധതയുള്ള, പോരാടാൻ സന്നദ്ധതയുള്ള, ജീവൻ നൽകാൻ സന്നദ്ധതയുള്ള ആളുകളുടെ ആത്മാർത്ഥതയെ സംശയിക്കുന്നത് തീർത്തും അസ്ഥാനത്തായ ഒരു കാര്യമാണ്. പക്ഷെ സമൂഹം പലപ്പോഴും അത്തരം ആളുകളെ ഏറ്റവും കുഴപ്പകാരികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ പോലും നമുക്ക് കാണിച്ചു തരാറുണ്ട്, അത്തരം ചില ജീവിത സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ. അപ്പൊ ഇവിടെ അള്ളാഹു ഈ കപടവിശ്വാസികളെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും, നിങ്ങളുടെ കൂട്ടത്തില് തടസ്സം നിൽക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംരംഭങ്ങൾക്കും ഇറങ്ങി പുറപ്പെടലിനും പോരാട്ടത്തിനും ഒക്കെ
തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും തടസ്സം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന തരം ആളുകൾ, അവരെ അള്ളാഹു ശരിക്കും അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. വൽ ഖായിലീന ലി ഇഖ്വാനിഹിം, അതേപോലെ തങ്ങളുടെ സഹോദരന്മാരോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നവരെ, ഹലുമ്മ ഇലൈന, ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ, ഞങ്ങളുടെ കൂടെ വന്നോളൂ, ഞങ്ങളുടെ കൂടെ നിലക്കൊണ്ടോളൂ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അവരിലേക്ക് കൂടി അധൈര്യം പകരുന്ന, സത്യമാർഗത്തിലുള്ള മുന്നേറ്റത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന അത്തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ അള്ളാഹു വളരെ വ്യക്തമായിട്ടും വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്തിനാണ് ഇവർ പറയുന്നത് ഹലുമ്മ ഇലൈന എന്ന്? തങ്ങളുടെ യഹ്വാനുകളോട് അവർ പറയുന്നത് ഹലുമ്മ ഇലൈന, ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും വിട്ടേക്ക്, അവര് കുഴപ്പത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ കൂടാൻ നിൽക്കണ്ട, നമ്മളോടൊപ്പം നിന്നോളൂ എന്നാണ് ഈ കപടവിശ്വാസികൾ, വിശ്വാസപരമായി ഒരുപക്ഷെ ചെറിയ തോതിലൊക്കെ ചാഞ്ചല്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തങ്ങളുടെ പക്ഷത്തേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവര് പറയുന്നത് ഇങ്ങനെയാണ്, ഹലുമ്മ ഇലൈന, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ, ഞങ്ങളോടൊപ്പം നിന്നോളൂ. അതാണ് സുരക്ഷിതത്വം നൽകുന്ന ഒരു നയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളോടും കൂടെ നിങ്ങൾ പോയി നിൽക്കണ്ട, അത് അപകടം ചെയ്യും, അത് വലിയ അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ എന്ന് തങ്ങളുടെ സഹോദരന്മാരോട് പറയുകയും ചെയ്യുന്ന, തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ആളുകളെ അള്ളാഹു ശരിക്കും അറിയുന്നുണ്ട്. വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല, വളരെ പരിമിതമായല്ലാതെ അവര് ഏറ്റുമുട്ടലിനെ സന്നദ്ധരാവുകയില്ല, ഏറ്റുമുട്ടലിനോട് അടുക്കുകയില്ല. ബഅസ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തെ പരാമർശിക്കുന്ന ഒരു പദമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ സംഘർഷങ്ങളും ഏറ്റുമുട്ടലും അതുപോലെ യുദ്ധവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് വളരെ വളരെ പരിമിതമായ നിലക്കല്ലാതെ അവര് വന്നു കിട്ടൂല, അവരങ്ങ് എത്തിപ്പെടൂല. ഇതാണ് അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഇവര് തടസ്സവാദക്കാരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുന്നേറ്റം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അടുത്ത അനുയായികളും സന്നദ്ധരായി ഒരുങ്ങി പുറപ്പെടുമ്പോ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിന് തടസ്സം വലിച്ചിടുക, എന്നിട്ട് അത് ആ സംരംഭത്തെ മുടക്കാൻ ശ്രമിക്കുക, അതിൽ പങ്കാളികളായി നിലകൊള്ളാൻ തീരുമാനിച്ചിരുന്നവരെ കൂടി പിന്തിരിപ്പിച്ച് കൊണ്ടുപോവുക, ഇതൊക്കെയാണ് ഇവർ സ്വീകരിച്ചു വരുന്ന നടപടി. എന്നാൽ ഇവര് സ്വന്തം നിലക്ക് തന്നെയെങ്കിലും എപ്പോഴെങ്കിലും ഈ പോരാട്ട രംഗത്ത് എത്തിപ്പെടുമോ? അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത് വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല, വളരെ പരിമിതമായ അർത്ഥത്തിലോ അളവിലോ അല്ലാതെ അവര് പോരാട്ടത്തിനായിട്ട് എത്തിപ്പെടുകയില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അശിഹത്തന അലൈക്കും, അവര് നിങ്ങളുടെ കാര്യത്തിൽ വലിയ പിശുക്കാണ്, നിങ്ങളോടൊപ്പമായിരിക്കുക എന്നതിന് അവര് വലിയ ലുബ്ധാണ് കാണിക്കുന്നത്. നിങ്ങളോടൊപ്പം നിൽക്കുക, അത് സമാധാനത്തിന്റെ ഘട്ടത്തിലായാലും യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിലായാലും നിങ്ങളോടൊപ്പം നിലകൊള്ളുക എന്നതിന് അവര് വലിയ അശിഹത്താണ് കാണിക്കുന്നത്, വലിയ പിശുക്കാണ്, വലിയ ലുബ്ധാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അവരെപ്പോഴും സുരക്ഷിതമായ ഇടം എന്ന ഒരു അന്വേഷണത്തിലാണ്. അവര് പരസ്യമായിട്ട് നിങ്ങളോടൊപ്പമൊക്കെ ആണെങ്കിൽ പോലും എപ്പോഴും തോണി മറിഞ്ഞാലും നമ്മൾ നനയരുത് എന്ന ഉറപ്പ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അശിഹത്തൻ അലൈക്കും, നിങ്ങളോടൊപ്പമാകുന്നതിന് അവർക്ക് വലിയ ലുബ്ധാണ്, പിശുക്കാണ്. ഫൈദാ ജാ അൽ ഖൗഫു, ഇനി ഭീതിയുടെ ഭീഷണിയുടെ
അതുപോലെ സന്നിഗ്ധതയുടെ ഒരു അവസ്ഥ എത്തി എന്ന് വെക്കുക. ഫൈദാ ജാ അൽ ഖൗഫ്, ഭീതിയുടെ ഭീഷണി നിറഞ്ഞ ഒരു അവസ്ഥ വന്നു ചേർന്നുവെങ്കിൽ റഅയ്തഹും, നിങ്ങൾക്ക് അവരെ കാണാം, യൻളുറൂന ഇലൈക, അവര് നിങ്ങളിലേക്ക് നിങ്ങളെ നോക്കുകയാണ്. ഒരു പ്രത്യേകമായ നോട്ടം. എങ്ങനെയാണ് അവർ നോക്കുന്നത്? തദൂറു അയ്യുനുഹും, അവരുടെ കണ്ണുകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ തോന്നും. അവരുടെ കണ്ണുകള്, അവരുടെ ഐബോൾസ്, അത് കണ്ണുകളുടെ സോക്കറ്റിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ. തദൂറു അയ്യുനുഹും, ഏതുപോലെയാണ്? അല്ലദി കല്ലദി യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്, മരണത്തിന്റെ പിടിയിൽ അമർന്നിട്ടുള്ള ഒരു മരണവെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുന്ന മരണാസന്നനായ ഒരാളുടെ കണ്ണുകളെ പോലെ അവരുടെ നിയന്ത്രണത്തിലല്ലാതെ, കണ്ണുകള് ആളുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയ വിധത്തിലുള്ള ഒരു വട്ടം കറങ്ങലാണ് അവരുടെ നോട്ടത്തിൽ പ്രകടമാവുക. എന്ന് പറഞ്ഞ ഭീതിയുടെ, ഭയത്തിന്റെ, ഭീഷണികൾ നിറഞ്ഞ ഒരു സാഹചര്യം വന്നു ചേർന്നാൽ അവര് സാധിക്കുന്നിടത്തോളമൊക്കെ ഊരിച്ചാടി പൊയ്ക്കളയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ടാകും നേരത്തെ തന്നെ. പക്ഷെ യുദ്ധരംഗം വിട്ട് ഓടിപ്പോകാൻ കഴിയുകയില്ല എന്ന വിധത്തിൽ അവര് ചില ഘട്ടങ്ങളിലൊക്കെ അതിൽ അകപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ ട്രാപ്റ്റ് ആകുമ്പോ ആ ഭീതി കാരണമായിട്ട് അവര് നിങ്ങളെ നോക്കുന്ന ആ നോട്ടം ഉണ്ടല്ലോ, അത് മരണാസന്നന്റെ കണ്ണുകള് ചുഴറ്റുന്ന പോലെയുള്ള ഒരു നോട്ടമാണ് അവർ നോക്കുക. നിങ്ങളെ അവർ നോക്കുന്നത് ആ വിധത്തിലാണ്. തദൂറു അയ്യുനുഹും, അവരുടെ തദൂറുൻ, ദൗറ എന്ന് പറഞ്ഞ വട്ടം എന്നാണ്. ദൗറ, ഇത് വട്ടം കറങ്ങുന്ന വിധത്തിൽ കണ്ണുകൾ ഇങ്ങനെ വല്ലാത്ത ഭീതി പ്രകടിപ്പിക്കുന്ന വിധത്തില് നിങ്ങളുടെ നേരെ, മരണാസന്നനായ ഒരാളുടെ കണ്ണുകളുടെ ചലനം പോലെ അവര് ആ വിധത്തിൽ ഭീതി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നേരെ നോക്കും. കല്ലദി യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്, മരണം വന്ന് പൊതിഞ്ഞ ഒരാളുടെ അവസ്ഥ, ഒരാളെ പിടികൂടുകയാണ് എന്നൊരവസ്ഥയിലുള്ള അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയ ഒരാളുടെ കണ്ണുകൾ പോലെയാണ് അവരുടെ, നിങ്ങളുടെ നേരെയുള്ള നോട്ടം കണ്ടെത്തുന്ന. ഫൈദാ ദഹബൽ ഖൗഫു, അങ്ങനെ ആ ഭീതിയുടെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാൽ, വിശ്വാസികളുടെ സ്വഭാവം ഇതല്ല യഥാർത്ഥത്തിൽ. വിശ്വാസികൾ ഇത്തരം പ്രതിസന്ധികൾ വന്നുപെട്ടാൽ വളരെ ധീരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണത്തിന് വരെ സന്നദ്ധരായിക്കൊണ്ട് പോരാടാൻ ഒരുങ്ങി തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ ഈ വിശ്വാസപരമായ കാപ്പട്യം പേറി നടക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണമാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഭീതിയുടെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാലോ, ഫൈദാ ദഹബൽ ഖൗഫു, ഈ ഭയപ്പാടിന്റെ, ഭീതിയുടെ, ഭീഷണി നിറഞ്ഞ അവസ്ഥ അങ്ങ് നീങ്ങിയാൽ, സലഖൂക്കും ബി അൽസിനത്തിൻ, അവര് നിങ്ങളെ അവരുടെ നാവുകൊണ്ട് നേരിടും, നാവുകൊണ്ട് നിങ്ങളെ വരവേൽക്കും. രണ്ടർത്ഥത്തിൽ ഇത് കാണാം. ഒന്ന്, നിങ്ങളെ സഹർഷം, നിങ്ങളെ സ്വാഗതമോദിക്കൊണ്ട് അവര് നിങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ അതിന് വേറെയും വളരെ ശക്തമായ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. സലഖൂക്കും ബി അൽസിനത്തിൻ ഷിദാദിൻ, അൽസിനത്തിൻ ഷിദാദിൻ, ഹദീദ്, മൂർച്ചയേറിയ നാവുകൊണ്ട് അവര് നിങ്ങളെ സ്വാഗതം ചെയ്യും എന്ന് പറയുമ്പോ അതിന്റെ ചില സൂചനകളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കാം. അശിഹത്തുൻ അലൽ ഖൈർ, ഭൗതിക നേട്ടങ്ങളിൽ ആർത്തി പൂണ്ടവരായിക്കൊണ്ട് അവര് നിങ്ങളെ മൂർച്ചയുള്ള നാവുകൾ കൊണ്ട് നിങ്ങളെ നേരിടും. അത് സംസാരത്തിൽ നിങ്ങളുടെ യുദ്ധരംഗത്ത് ഉണ്ടായ വിജയത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അതിൽ വലിയ ആഹ്ലാദവും സന്തോഷവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അനുമോദിച്ചുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യും എന്ന ഒരു തലം അതിലുണ്ട്. അത് കൂടാതെ യഥാർത്ഥത്തിൽ അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് തുടർന്ന് പറയുന്ന അശിഹത്തൻ അലൽ ഖൈർ എന്നതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അർത്ഥമാണ്.
ആർത്തിയാണ് അവർക്ക്. ഭൗതിക നേട്ടങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന വ്യഗ്രതയോടുകൂടിയാണ് അവര് നാക്കിട്ടടിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കല് പാഞ്ഞെത്തുക. നിങ്ങള് ഗംഭീരം വിജയം നേടി, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരിസരത്തായിട്ട് കാവലിനായി, പല പ്രാധാന്യമുള്ള നയതന്ത്രപരമായ പ്രാധാന്യമുള്ള പല റോളുകളും വഹിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പാഞ്ഞു വരുന്നത്. എന്റെ താല്പര്യം, യുദ്ധം വിജയമായാൽ സ്വാഭാവികമായിട്ടും വിജയിച്ച പക്ഷത്തിന് ധാരാളം യുദ്ധമുതലുകള് കരഗതമാകും. അത് പടയാളികൾക്കിടയിൽ പങ്കുവെക്കുക, ഒരു നിശ്ചിത അളവ് പടയാളികൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ല, ഒരു നിശ്ചിത അളവ്. അപ്പോ യുദ്ധം വിജയമായി കഴിഞ്ഞാൽ പിന്നെ യുദ്ധമുതലുകള് വാരിക്കൂട്ടുകയും അത് വിഹിതം വെക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളൊരു സംഗതി അവശേഷിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങളാണ് പിന്നെ അവിടെ ഉയർന്നു വരുന്ന ഒരു കാര്യം. അപ്പൊ ഈ ആളുകള് ഞങ്ങള് ഏറ്റുമുട്ടലിന് സന്നദ്ധരല്ലാതെ മാറി നിൽക്കുകയായിരുന്നു, പാത്തും പതുങ്ങിയും ഒളിഞ്ഞും ഒക്കെ നിൽക്കുകയായിരുന്നു എന്ന് ആരെങ്കിലും പറയുന്നതോ അങ്ങനെ മനസ്സിലാക്കപ്പെടുന്നതോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് യുദ്ധത്തിന്റെ വളരെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളിലുമായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അപ്പുറത്തുനിന്ന് നിരീക്ഷിക്കുകയായിരുന്നു, ഇപ്പുറത്ത് നിങ്ങളെ പതിയിരുന്ന് ആക്രമിക്കാൻ വേറെ ആരെങ്കിലും ഒരുങ്ങി വരുന്നുണ്ടോന്നൊക്കെ വളരെ വിജിലന്റ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പല റോളിലുമായിരുന്നു ഞങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ യുദ്ധമുതലുകളിൽ അവർക്ക് വലിയ പങ്ക് വേണം. പോരാട്ടത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് അത് വിധിച്ചു കൊടുക്കരുത്, നിങ്ങൾ അത് മുഴുവനും സ്വന്തമായിട്ട് കൈയടക്കരുത്. ഞങ്ങളൊക്കെ അതിലുണ്ടായിരുന്നവർ തന്നെയാണ്, ഞങ്ങൾക്കും അതിന്റെ വലിയ പങ്ക് തന്നെ കിട്ടണം എന്ന നിലക്ക് നാക്കിട്ടടിച്ചുകൊണ്ട് ഈ ആളുകൾ പാഞ്ഞു വരും. ഫൈദാ ജാ അൽ ഖൗഫു, ഭയപ്പാടിന്റെ ഭീഷണിയുടെ ഒക്കെ അവസ്ഥ വന്നാൽ റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അയ്യുനുഹും, കണ്ണുകളൊക്കെ ഇങ്ങനെ ചുഴറ്റുന്ന വിധത്തില് നിങ്ങളുടെ നേരെ അവര് നോക്കിക്കൊണ്ട്, അങ്ങനെയാണ് അവര് വരിക. കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്, മരണത്തിന്റെ പിടിയിൽ അമർന്നിട്ടുള്ള മരണാസന്നനായ ഒരാളുടെ കണ്ണുകളെ പോലെ, അങ്ങനെയാണ് അവര് ആ ഭീതിയുടെ അവസ്ഥയിൽ നിങ്ങളുടെ നേരെ നോക്കുക. അങ്ങനെയുള്ള ഒരാളോട് യുദ്ധത്തിൽ പങ്കാളിയാവണം, ഞങ്ങളുടെ കൂടെ വരണം എന്ന് ആർക്കാ പറയാൻ കഴിയുക? പേടിച്ച് കണ്ണ് തള്ളി മരണത്തെ ഭയന്ന് അതിഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് എങ്ങനെ പോരാട്ടത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറയാൻ സാധിക്കും? ആ ഒരു നോട്ടമാണ് അവർ നോക്കുക. എന്നാൽ ആ ഭീതിയുടെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാൽ, ഫൈദാ ദഹബൽ ഖൗഫു, ആ ഭയപ്പാടിന്റെ അവസ്ഥ അങ്ങ് നീങ്ങിക്കഴിഞ്ഞാലോ, സലഖൂക്കും ബി അൽസിനത്തിൻ ഹിദാദ്, അവര് നിങ്ങളെ നേരിടും നല്ല മൂർച്ചയുള്ള നാവുകളുമായിട്ട്. മൂർച്ചയുള്ള നാവ് എന്നത് ഒച്ച വെച്ച് സംസാരിക്കുന്നവരായിക്കൊണ്ട്, അല്ലെങ്കിൽ കത്രിക പോലെ മുറിക്കാൻ പറ്റുന്ന, മുറിയുന്ന വിധത്തിലുള്ള ഷാർപ്പായ നാവ് കൊണ്ട് അവര് നിങ്ങളെ നേരിടും. എന്താണ് അവരുടെ താല്പര്യം? അശിഹത്തൻ അലൽ ഖൈർ, ഭൗതിക നേട്ടങ്ങള് ആഗ്രഹിച്ചുകൊണ്ടാണ്, അതിനുള്ള പ്രേരണയിലാണ് അവര് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത്. യുദ്ധമുതലുകൾ വിഹിതം വെക്കുമ്പോൾ അതില് പരിഗണനീയമായ പങ്ക് തങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി വലിയ വായില് വർത്താനമായിട്ട് അവര് നിങ്ങളുടെ അടുക്കലേക്ക് വരും. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ? ഉലൈക ലം യുഅ്മിനൂ, അവർക്ക് വിശ്വാസമേ ഉണ്ടായിട്ടില്ല, അവര് വിശ്വാസികളായിട്ടേ ഇല്ല. ഉലൈക ലം യുഅ്മിനൂ, അവര് വിശ്വസിച്ചിട്ടേ ഇല്ല. ഫഅഹ്ബത അല്ലാഹു അഅ്മാലഹും, അവരുടെ കർമ്മങ്ങളെയൊക്കെ അള്ളാഹു പാഴാക്കി കളഞ്ഞതായിട്ടുണ്ട്. അവര് നമസ്കാരത്തിനും അതുപോലെയുള്ള സംഗതികളിലൊക്കെ മുന്നിൽ പാഞ്ഞു വന്നിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ആ അമലുകളൊക്കെയും തന്നെ പാഴായി പോയതാണ്, ബാത്തിലായി പോയതാണ്.
കാരണം അവരിലേക്ക് വിശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടേയില്ല. വകാന ദാലിക അലല്ലാഹി യസീറ. അങ്ങനെ തങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ നിസാരമായി പാഴാക്കി കളയുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. വളരെ നിസാരമായ ലളിതമായ ഒരു സംഗതിയാണ്. വലിയ കർമ്മങ്ങളൊക്കെ ചെയ്ത ആളുകൾ എന്ന നിലക്ക് അവര് നടിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും അവര് സ്വന്തത്തിനെ പറ്റി കണക്കാക്കി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ വിശ്വാസപരമായ അടിത്തറ തന്നെ നിലനിൽപ്പില്ലാത്ത ഒരു സംഗതിയാണെങ്കിൽ പിന്നെ അവരുടെ കർമ്മങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പാരത്രിക ലോകത്തെ സാധ്യതകളെ കുറിച്ച് വിശ്വാസമില്ലാത്ത, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ അടിയുറച്ച വിശ്വാസം കാണിക്കാത്ത ഈ ആളുകൾ അവരുടെ കർമ്മങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? അള്ളാഹു അവയെ പാഴാക്കി കളയും. അങ്ങനെ പാഴാക്കി കളയുന്നതിന് അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല. എളുപ്പമായിട്ട് അത് പാഴായി പോകുന്നതാണ് ഈ ആളുകളുടെ കർമ്മങ്ങള്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, യഥാർത്ഥ വിശ്വാസികളായിട്ട് അള്ളാഹു ആരെയാണ് പരിഗണിക്കുന്നത് എന്ന കാര്യം. നമ്മുടെ സാഹചര്യത്തിലൊക്കെ തന്നെ ഈ ഒരു കാര്യം വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംരംഭങ്ങളെയും ആവശ്യമായ ചെറുത്തുനിൽപ്പുകളെയും ഒക്കെ വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അവയെ രാക്ഷസവൽക്കരിക്കുക, പിശാചുവൽക്കരിക്കുക, അത് രാജ്യദ്രോഹമാണെന്ന് പ്രചരിപ്പിക്കുക, ഭീകരതയാണെന്ന് പറഞ്ഞു നടക്കുക, അതുപോലെ ദുർബലർക്കും മർദ്ദിതർക്കും ഒക്കെ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകൾ പോലും, അതിനെക്കുറിച്ചുള്ള ആലോചന പോലും വലിയ കുഴപ്പമുണ്ടാക്കുന്ന സംഗതികളാണ് എന്ന വിധത്തിൽ പറഞ്ഞു നടക്കുന്ന, എന്നാൽ സ്വന്തം നിലക്ക് അത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഒരു തുള്ളി പോലും വേർപ്പൊഴുക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളാണ് സമൂഹത്തിലെ പലപ്പോഴും അതിന്റെ നയനിലപാടുകളൊക്കെ രൂപീകരിച്ച് സമൂഹത്തെ നയിക്കുന്ന ആളുകളായിട്ട് മുന്നിൽ തന്നെ നിലകൊള്ളുന്നുണ്ടാവുക. ഇവരെയാണോ അള്ളാഹു യഥാർത്ഥ വിശ്വാസികളായിട്ട് കണ്ടിട്ടുള്ളത്? സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താവുന്നതാണ്. അപ്പോ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തില് ധനം ചെലവഴിക്കേണ്ടി വരിക, ജീവൻ നൽകേണ്ടി വരിക പോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. എല്ലാവിധ കാപട്യവും പുറത്തേക്ക് എടുത്തു ചാടുന്ന ഒരു ഘട്ടമാണ്. അള്ളാഹുവിന്റെ മാർഗത്തില് ഏറ്റുമുട്ടേണ്ടി വരിക, പ്രതിരോധം തീർക്കേണ്ടി വരിക, കരുത്ത് കാണിക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജീവൻ ത്യജിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗസന്നദ്ധത കാണിച്ചുകൊണ്ടും ആ പ്രയത്നത്തിന് വേണ്ടി നിലകൊള്ളാൻ ആരൊക്കെ സന്നദ്ധരാകുന്നു, ആരൊക്കെ അതിന് വൈമുഖ്യം കാണിക്കുന്നു എന്നതാണ് അതിലടങ്ങിയിട്ടുള്ള പരീക്ഷണം. അതിൽ മറുപക്ഷത്ത് അതിന് കൂട്ടാക്കാതെ നിൽക്കുന്ന ആളുകളുടെ കാര്യത്തില് അള്ളാഹുവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവര് അഷിഹത്തനാലൽ ഖൈറാണ്. അവര് ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വലിയ വായിൽ വർത്താനം പറയാൻ വേണ്ടി മുന്നിട്ട് വരുന്ന ആളുകളാണ്. എന്നാൽ ഉലൈക ലം യുഅ്മിനൂ, അവര് വിശ്വസിച്ചിട്ടേ ഇല്ല, വിശ്വാസികളായിട്ടേ ഇല്ല. അവരുടെ കർമ്മങ്ങൾ അത്രയും പാഴായി പോയതാണ്. അങ്ങനെ പാഴാക്കി കളയുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായി സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്രയും കാലം നോമ്പ് നോറ്റതും നിസ്കരിച്ചതും ഹജ്ജ് ചെയ്തതും അതുപോലെ ആളായി നടന്നതും ഒക്കെ എന്തായി എന്നത് ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതാണ്. അള്ളാഹു അവനുള്ള സമർപ്പണത്തിന് സന്നദ്ധരാകുന്നവരുടെ വിശ്വാസത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അല്ലാത്ത വായ കൊണ്ടുള്ള വർത്താനം ഈമാനായിട്ട് പരിഗണിക്കുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ഈ വിധത്തില് ബാത്തിലായി പോകുന്ന, പാഴായി പോകുന്ന ഒരു കാര്യം അള്ളാഹു പറയേണ്ടതില്ലല്ലോ. പല കാര്യങ്ങളിലും അവർ കർമ്മങ്ങളുടെ പേരിൽ മികവ് കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്നൊക്കെ ഉണ്ടാകും. പക്ഷെ അത്തരം കർമ്മങ്ങൾ അള്ളാഹുവിന്റെ കണക്കില് മൂല്യമില്ലാത്ത, വിലയില്ലാത്ത, തൂക്കമില്ലാത്ത, പാഴായിപ്പോയ സംഗതികളാണ്
എന്നാണ് അള്ളാഹുവിടെ വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഈ ആളുകള് പോരാട്ടത്തിന്റെ ഒക്കെ രംഗം ഉണ്ടാവുമ്പോ അതിന് വളരെ വൈമുഖ്യം കാണിക്കുന്നവരായിട്ടാണ് ഉണ്ടാവുക. ഒരു ഭീതിയുടെ സാഹചര്യം വന്നാൽ കണ്ണിങ്ങനെ ഉഴറുന്ന വിധത്തില് നിങ്ങളെ നോക്കുന്ന അവസ്ഥയിലും മരണം പിടികൂടാൻ അല്ലെങ്കിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ നോട്ടം നോക്കുന്ന ഒരവസ്ഥയായിരിക്കും അവർക്ക്. എന്നാൽ സമാധാനം അന്തരീക്ഷം എത്തി ഭീതിയുടെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാലോ എന്തൊരു ആവേശത്തിലാണ് അവരുടെ സംസാരം. അവരുടെ റോള് ഓരോന്നും, അവരുടെ വിഷയത്തിലുള്ള പങ്ക്, തങ്ങളുടെ ഇടപെടല്, അതുകൊണ്ടുണ്ടായ ഗുണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 1000 നാക്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ആരുടെ പ്രത്യേകതയാണിത് എന്നതാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ടും കപട വിശ്വാസികളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതായിട്ടാണ് ഇവിടെ അള്ളാഹു അത് പറയുന്നത്. എങ്കിൽ നമ്മുടെ സമൂഹത്തെ, കപടവിശ്വാസികൾ എന്നും എക്കാലത്തും മുസ്ലിം സമൂഹത്തിനകത്താണല്ലോ. നമ്മുടെ സമൂഹത്തില് ഈ പ്രത്യേകതകൾ ആർക്കാണുള്ളത് എന്നത് ഓരോ സന്ദർഭത്തിലും നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അത് മറ്റുള്ളവരെ വിലയിരുത്താൻ വേണ്ടി മാത്രമല്ല, നമ്മളെ തന്നെയും അടയാളപ്പെടുത്താൻ വേണ്ടി ഈ മാനദണ്ഡങ്ങൾ പരിശോധിക്കാവുന്നതാണ്. സലഖൂകും ബി അൽസിനത്തിൻ ഹിദാദിൻ അശിഹത്തൻ അലൽ ഖൈർ ഉലൈക ലം യുഅ്മിനു. അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവര് വിശ്വാസികളായിട്ടേ ഇല്ല. ഫഅഹബത്തല്ലാഹു അഅമാലഹും, അള്ളാഹു അവരുടെ കർമ്മങ്ങളെ പാഴാകാൻ വിട്ടിരിക്കുന്നു. വകാന ദാലിക അലല്ലാഹി യസീറ, അത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമേ അല്ല എന്നാണ്. യഹ്സബൂനൽ അഹ്സാബ, ഇനി നോക്ക്, യഹ്സബൂനൽ അഹ്സാബ, ഈ സഖ്യകക്ഷികളെ കുറിച്ച് അവര് കരുതുകയാണ്. ലം യദ്ഹബു, അവര് രംഗം വിട്ട് പോയിട്ടില്ല, ഇവിടെ എവിടേക്കോ ഉണ്ട് എന്നാണ് അവര് കരുതുന്നത്. വഇൻ യഅ്തിൽ അഹ്സാബു, ഈ സഖ്യകക്ഷികൾ, ഈ ശത്രുക്കള്, അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ നേരിട്ട വിഭാഗങ്ങള് പെട്ടെന്ന് തിരിച്ചു വന്നു എന്ന് കരുതുക. അവര് രംഗം വിട്ട് ഓടിയതാണ്, എന്നാൽ അവര് വേഗം തന്നെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് തിരികെ എത്തി എന്ന് കരുതുക. അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ കപട വിശ്വാസികൾ അതിന്റെ മുന്നേ യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞിറങ്ങി വന്ന ആളുകളാണ്. അവിടെ യുദ്ധമുതലുകൾ ഓഹരി വെക്കുന്നുണ്ട് എന്നുള്ള കണക്കില് അതിനു വേണ്ടി നാക്കിട്ടടിച്ചുകൊണ്ട് വന്ന ആളുകളാണ്. എന്നാൽ ഈ സഖ്യകക്ഷികള് നിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി തിരികെ ഇങ്ങോട്ട് തന്നെ വന്നു എന്ന് സങ്കല്പിക്കൂ. എന്തായിരിക്കും അവരുടെ നിലപാട്? യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ അഅറാബ്, അവരാഗ്രഹിക്കുന്നത് അവര് ഈ മരുഭൂമിയില് ഗ്രാമീണ അറബികളോടൊപ്പം എവിടെങ്കിലുമൊക്കെ ഒളിച്ചു കഴിയാണ്. ഈ യുദ്ധക്കളത്തിലല്ല, മദീനയില് വിശ്വാസോടൊപ്പമല്ല നിലകൊള്ളുന്നത്, മറിച്ച് അതിന് പകരം ഈ ഗ്രാമപ്രദേശങ്ങളില് അല്ലെങ്കിൽ മരുഭൂമിയില് ഒറ്റപ്പെട്ട ഇടങ്ങളില് ബദവി അറബികൾ കഴിഞ്ഞുകൂടുന്ന സ്ഥലങ്ങൾ, അവിടെ എവിടെങ്കിലുമൊക്കെ ഒളിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആലോചിക്കുന്നത്. എന്നിട്ടോ അവിടെ ഒളിച്ചു കഴിഞ്ഞിട്ട് യസ്അലൂന അൻ അംബാഇകും, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് തിരക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം. ഈ അഹ്സാബ് തിരിച്ചു വന്നു നിങ്ങളെ ഏറ്റുമുട്ടാൻ, നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി തിരികെ എത്തി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ ഇവര് സന്നദ്ധാവുമോ? അവർക്ക് ഒരു സന്നദ്ധതയും ഉണ്ടാവില്ല. അവരാഗ്രഹിക്കുന്നത് തങ്ങളെങ്ങനെങ്കിലും ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ട് ഏതെങ്കിലും ബദവി അറബികളോടൊപ്പം മരുഭൂമിയിൽ എവിടെങ്കിലും സൗകര്യമുള്ളൊരിടത്ത് ഒളിച്ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ട് അവിടെ നിങ്ങട്ട് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത്? ഈ അഹ്സാബുകാർ വന്ന് മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നു തീർത്തു കളഞ്ഞോ? ആരെങ്കിലും ബാക്കിയുണ്ടോ? മുസ്ലിങ്ങൾക്കാണോ വിജയം, അതല്ല അഹ്സാബുകാർക്കാണോ വിജയം എന്നൊക്കെ നോക്കി നിരീക്ഷിക്കുകയും ഇടക്കിടക്ക് അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. വലൗ കാനൂ ഫീക്കും, ഇനി സത്യവിശ്വാസികളോടായിട്ട് അള്ളാഹു പറയാണ്, ഇവര് യുദ്ധരംഗം വിട്ടു പോയില്ല, നിങ്ങളോടൊപ്പം തന്നെ നിലക്കൊണ്ടു എന്ന് തന്നെ നിങ്ങൾ കരുതുക. വല്ല പ്രയോജനം ഉണ്ടാവുമോ ഇവരെ കൊണ്ട്? വലൗ കാനൂ ഫീക്കും, അവര് നിങ്ങളോടൊപ്പം തന്നെ നിലക്കൊണ്ടിരുന്നു എന്ന് കരുതുക.
എന്നാൽ പോലും മാ ഖാതലൂ ഇല്ലാ ഖലീല, വളരെ പരിമിതമായിട്ടല്ലാതെ പോരാടാൻ അവരെ കിട്ടുമായിരുന്നില്ല. ഈ ദുർബലരായ, വിശ്വാസപരമായ ദൗർബല്യം വേട്ടയാടിയിരുന്ന, അല്ലെങ്കിൽ കാപ്പട്യം തന്നെ ഹൃദയത്തിൽ നിറച്ചു കൊണ്ടു നടക്കുന്ന ആളുകൾ, അവര് ഈ ബദവി അറബികളുടെ ഇടയിലൊന്നും പോയി ഒളിക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് വെക്കുക. അവര് നിങ്ങളോടൊപ്പം യുദ്ധക്കളത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്ന് വെക്കുക. ശത്രുക്കള് ഇങ്ങ് വന്ന് ചാടി വീണപ്പോ അവർക്ക് പെട്ടെന്ന് സ്ഥലം വിടാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധക്കളം വിട്ടു പോകാൻ അവർക്ക് പറ്റിയില്ല, നിങ്ങളോടൊപ്പം തന്നെ നിൽക്കേണ്ടി വന്നു എന്ന് വെക്കുക. എന്നാൽ ഇവരെ നിങ്ങളോടൊപ്പം പോരാടുന്നവരായിട്ട് നിങ്ങൾക്ക് കാണൂ, വളരെ പരിമിതമായിട്ടല്ലാതെ പോരാട്ടത്തിന് അവരെ ഉപകരിക്കുമായിരുന്നില്ല എന്നാണ് അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത്. ഇത് എല്ലാ കാലഘട്ടത്തിലെയും ഭീഷണികളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തില് അള്ളാഹു നിരന്തരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ആളുകൾ എത്രത്തോളം അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്നു, അതല്ല ഭൗതിക നേട്ടങ്ങളുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കാപട്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നത്, അതാണ് പരീക്ഷണം. അതാണ് യഥാർത്ഥത്തില് ആരാണ് വിശ്വാസി ആരാണ് കപടൻ എന്നത് വേർതിരിക്കുന്ന വിധത്തിലുള്ള അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷണം. ആ പരീക്ഷണം ഉണ്ടാവുമ്പോ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവര് രംഗം വിട്ടു പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി എങ്ങാനും അവര് മുസ്ലിം പക്ഷത്തിന് വിജയം ഉണ്ടായി എന്ന് വെക്കുക, അപ്പോ അവര് പാഞ്ഞു വരും വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് ആ യുദ്ധമുതലുകളിൽ തങ്ങൾക്ക് അർഹമായ ന്യായമായ പങ്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് വരിക. അങ്ങനെ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അവര് വരും. മാത്രമല്ല, അവര് ഈ യുദ്ധത്തില് വഹിച്ച വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകളൊക്കെ അങ്ങ് പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവര് സംസാരിക്കുക, തങ്ങൾക്കും യുദ്ധമുതലുകളിൽ ന്യായമായ വിഹിതം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അവര് കരുതുന്നത് അവരുടെ ഭീതി അഹ്സാബുകാര് അങ്ങ് പോയി കഴിഞ്ഞിട്ടില്ല, ഇവിടെ എവിടേക്കോ ഉണ്ട്, എപ്പോ വേണമെങ്കിലും തിരികെ എത്താം എന്നാണ്. എങ്ങാനും അഹ്സാബുകാര് തിരികെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? അവര് വല്ല ബദവി അറബികളോടൊപ്പം ഈ ഡെസേർട്ടിൽ, മരുഭൂമിയിൽ എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എന്നിട്ട് എന്തൊക്കെയാ ഇവിടെ നടക്കണമെന്നൊക്കെ ഇടക്കിടക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കാനായിരിക്കും അവരുടെ താല്പര്യം. ഇനി അതെല്ലാം നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളേണ്ടി വന്നു എന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമോ? അള്ളാഹു പറയുന്നത് അവര് മാ ഖാതലൂ ഇല്ല ഖലീല, വളരെ പരിമിതമായിട്ടല്ലാതെ പോരാട്ടത്തിന് അവരെ ഉപകരിക്കുമായിരുന്നില്ല എന്നാണ് അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു യാഡ് സ്റ്റിക്ക് ആയിട്ട്, ഒരു മാനദണ്ഡമായിട്ട് നമ്മളെ കയ്യിൽ സൂക്ഷിക്കാവുന്നതും പ്രയോജനപ്പെടുത്താവുന്നതുമായ ഒരു അളവുകോലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ തന്നെ എല്ലായ്പ്പോഴും വിലയിരുത്താൻ, അതുപോലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകളുടെ ക്വാളിറ്റി, അത് ഈമാൻ കാരണമായിട്ടുള്ള നിലപാടാണോ അതല്ല കുഫ്റും നിഫാഖും ഒക്കെയാണോ അതിന്റെ പ്രേരണ എന്നത് തിരിച്ചറിയാൻ നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു യാഡ് സ്റ്റിക്കാണ്, ഒരു മാനദണ്ഡമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.